വെൽക്കം ടു MSJ മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓപ്പൺ ബോളിനെയും ക്ലോസ്ഡ് ബോളിനെയുമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ലെറ്റ് എക്സ് കോമ ഡി ബി എ മെട്രിക് സ്പേസ് എ എലമെൻറ്റ് ഓഫ് എക്സ്. എ എന്ന് പറയുന്നത് എക്സിലെ മെമ്പറാണ്, ആർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെയെങ്കിൽ ബി ഡി ഓഫ് എ ആർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബോളാണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എയും റേഡിയസ് എന്ന് പറയുന്നത് ആറുമായിരിക്കും. ബി ഡി ഓഫ് എ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്മോൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എ കോമ എക്സ് ഈസ് ലെസ് ദാൻ ആർ. അപ്പോൾ ഒരു മെട്രിക് സ്പേസ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മളൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടി ആ കംപ്ലീറ്റ് ബിഗ് സെറ്റിൽ നിന്ന് ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ഹിയർ വി കൺസിഡേർഡ് ദ എലമെൻറ്റ് എക്സ് ആൻഡ് ഹിയർ വി കൺസിഡേർഡ് ദ എലമെൻറ്റ് എ ആൻഡ് ദ റേഡിയസ് ആർ. ക്ലോസ്ഡ് ബോൾ ആകുന്ന ടൈമിന് നമ്മൾ ഈ സെയിം സെറ്റിനെ തന്നെ ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അതുപോലെ ഡി ഓഫ് എ കോമ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും. നോർമലി നമ്മൾ ഒരൊറ്റ മെട്രിക് സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബി ഡി ഓഫ് എ ആർ എന്ന് എഴുതുന്നതിന് പകരം ബി ഓഫ് എ ആർ എന്നുള്ള രീതിയിലും ബി ഓഫ് ക്ലോസ്ഡ് സെറ്റ് എ കോമ ആർ എന്നുള്ള രീതിയിലും ഡിനോട്ട് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. R2 എന്ന് പറയുന്ന പ്ലെയിനിൽ യൂഷ്വൽ മെട്രിക് ഡി, അതായത് ബി ഡി ഓഫ് തീറ്റ കോമ 1 എന്ന് പറയുന്നത് R2വിൽ ഒരു സർക്കിളാണ് ഓഫ് യൂണിറ്റ് റേഡിയസ്. അത് ക്ലോസ്ഡ് ബോൾ ആകുന്ന ടൈമിന് എന്ത് സംഭവിക്കും? ആ സർക്കിളിൻ്റെ ബൗണ്ടറിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓപ്പൺ വരുന്ന ടൈമിന് ആ ഒരു സർക്കിളിന് അകത്ത് വരുന്ന റീജിയൻ മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് വെൻ വി കൺസിഡർ ഇറ്റ് ജസ്റ്റ് എ കേസ് ഓഫ് ക്ലോസ്ഡ് ബോൾ ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു? ആ ഒരു സർക്കിളിൻ്റെ ബൗണ്ടറിയും അതോടുകൂടെ തന്നെ അതിനകത്തുള്ള റീജിയനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. ബി ഡി ഓഫ് ഓപ്പൺ തീറ്റ കോമ 1, അതായത് ഓപ്പൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1ഉം, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വരികയും ചെയ്യും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ R2വിൻ്റെ കേസിൽ തന്നെ ടാക്സിക്യാബ് മെട്രിക് എന്ന് പറയുന്നത് ഏത് കേസിൽ വരുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ R2 എന്ന് പറയുന്ന മെട്രിക് സ്പേസിൽ ടാക്സിക്യാബ് മെട്രിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഫിഗർ അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് ഏത് രീതിയിൽ വരും എന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കറിയാം ടാക്സിക്യാബിൽ നമ്മൾ സമ്മേഷൻ മോഡ് എക്സ് ഐ മൈനസ് വൈ ഐ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ, റീജിയൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ ഈസ് ലെസ് ദാൻ 1 എന്ന് വരും. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെയും എന്താണ് പ്രത്യേകത? ഓപ്പൺ ബോൾ ആയിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന റീജിയൻ മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് ബോൾ, അതായത് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്ന സമയത്ത് ആ ഡയമണ്ട് ഷേപ്പിൽ ഉള്ള ലൈൻ സെഗ്മെൻറ്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു റീജിയനിൽ കൺസിഡർ ചെയ്യും. അടുത്ത R2 എന്ന് പറയുന്നത് മാക്സ് മെട്രിക് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാക്സ് മെട്രിക് ആകുന്ന സമയത്ത് അതൊരു സ്ക്വയറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അത് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് ആ സ്ക്വയറിൻ്റെ ലൈൻ സെഗ്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓപ്പൺ ആകുന്ന സമയത്ത് അകത്തുള്ള റീജിയൻ മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത് ഈ സെയിം സെറ്റ് R2 എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എക്സ് എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വരുമെന്ന് നോക്കുവാണെങ്കിൽ ബി ഡി ഓഫ് എ കോമ ആർ എന്ന് പറയുന്നതിൽ സെറ്റ് എ, സിംഗിൾട്ടൺ സെറ്റ് എക്ക് ഈക്വൽ ആയിരിക്കും വെൻ ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ തന്നെ ആർ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ അത് എക്സിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അതൊരു ക്ലോസ്ഡ് ബോൾ വരുന്ന സമയത്ത് സിംഗിൾട്ടൺ സെറ്റ് എക്ക് ഈക്വൽ ആയിരിക്കും ഇഫ് ആർ ഈസ് ലെസ് ദാൻ 1. അതുപോലെ തന്നെ എക്സിന് ഈക്വൽ ആയിരിക്കും ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നോക്കാം. അതായത് ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ഒരു സബ്സെറ്റിനെ എക്സ് കോമ ഡി എന്ന് പറയുന്ന മെട്രിക് സ്പേസിൽ നിന്ന് കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സെറ്റ് ഒയിനെ നമ്മൾ ഓപ്പൺ സെറ്റ് എന്ന് പറയണമെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ ബോളുകളുടെ യൂണിയനായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫാമിലി ഓഫ് ഓപ്പൺ സെറ്റിനെ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളുടെ ഫാമിലിയെ നമ്മൾ ടോപ്പോളജി ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ജനറേറ്റഡ് ബൈ ഡി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡുമായിരിക്കും. അടുത്തതായിട്ട് നമുക്കൊരു തിയറം നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വാലൻറ്റ് ഫോർ എ സബ്സെറ്റ് ക്യാപിറ്റൽ ഒ ഓഫ് എ മെട്രിക് സ്പേസ് എക്സ് കോമ ഡി. O is an open set. For each x element of capital O, there is an open ball B of small x element of capital X for some positive radius epsilon x, which is contained in capital O. For O not equal to x,
A and B are equivalent to, and for each x element of O, distance between x and x minus O is greater than 0 and distance of x, x minus O is greater than 0 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് A ഇംപ്ലൈസ് B എന്ന് ആദ്യം പ്രൂവ് ചെയ്യുന്നു, തിരിച്ച് B ഇംപ്ലൈസ് A എന്ന് പ്രൂവ് ചെയ്യുന്നു, അതുപോലെ B ഇംപ്ലൈസ് C എന്ന് പ്രൂവ് ചെയ്യുന്നു, അതിനുശേഷം C ഇംപ്ലൈസ് B എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് O ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓപ്പൺ ബോൾ ഉണ്ടായിരിക്കും. എവിടെ തന്നെ? ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന സെറ്റിൽ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആണെന്ന് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതിൽ നിന്ന് തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം എലമെൻറ്റ്, ഈ ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൽ നിന്ന് റാൻഡമായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുവാണ്. ഈ ഒ എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ എന്തെന്ന് എഴുതാം? ഓപ്പൺ ബോളുകളുടെ കളക്ഷനായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ പറയാണ്, ഇവിടെ ഒരു ഓപ്പൺ ബോൾ എക്സിസ്റ്റ് ചെയ്യുന്നു, ബി ഓഫ് എ കോമ ആർ സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ഓഫ് എ കോമ ആർ ഈസ് സബ്സെറ്റ് ഓഫ് ഒ. അപ്പോൾ എ കോമ ആർ, അതായത് ഇതിനകത്ത് ഞാനൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുവാണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എയും റേഡിയസ് എന്ന് പറയുന്നത് ആറുമായിരിക്കും. 6 റേഡിയസും എ സെൻറ്ററും വരുന്ന വേറൊരു ഓപ്പൺ ബോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ഒരു ഒ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനകത്ത് കൺസിഡർ ചെയ്യുവാണ്. ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ പറയാനായിട്ട് പറ്റും, എയും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഡിസ്റ്റൻസ് ഓഫ് എ ആൻഡ് എക്സ് ഈസ് ലെസ് ദാൻ ആർ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്സിലൺ എക്സ് എന്ന് പറയും, അതായത് ആർ എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു റീജിയനെ നമ്മൾ എപ്സിലൺ എക്സ് എന്ന് പേര് കൊടുക്കുവാണ്. അങ്ങനെയെങ്കിൽ ഈ എപ്സിലൺ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ആർ മൈനസ് ഡിസ്റ്റൻസ് ഓഫ് എ എക്സ് ആണ്. അതെങ്ങനെയായിരിക്കും വരുന്നത്? ഗ്രേറ്റർ ദാൻ 0 ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മൾ ബി ഓഫ് എക്സ് കോമ എപ്സിലൺ എക്സ്, അതായത് എക്സ് എന്ന് പറയുന്നത് സെൻറ്റർ ആക്കിക്കൊണ്ട് എപ്സിലൺ എക്സ് എന്ന് പറയുന്നത് റേഡിയസ് ആക്കിക്കൊണ്ട് അതിനകത്ത് വേറൊരു ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുവാണ്. ആ ഓപ്പൺ ബോളിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കുവാണെങ്കിൽ ഡി ഓഫ് വൈ കോമ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് വൈ കോമ എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് കോമ എ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമ്മൾ റാൻഡം ആയിട്ടൊരു വൈ എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ ഡിസ്റ്റൻസ് ഓഫ് വൈ എക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ എപ്സിലൺ എക്സ് എന്ന് പറയുന്ന റേഡിയസിനേക്കാളും ചെറുതായിട്ട് വരും. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലൺ എക്സ് ആൻഡ് പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ എ. ഈ എപ്സിലൺ എക്സിന് പകരം നമുക്ക് ആരെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം? ആർ മൈനസ് ഡി ഓഫ് എ കോമ എക്സ് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് കംപ്ലീറ്റ്ലി സിംപ്ലിഫൈസ് ടു ആർ ആൻഡ് വി ഗെറ്റ് വൈ ഈസ് എലമെൻറ്റ് ഓഫ് ബി ഓഫ് എ കോമ ആർ. And therefore b of x comma epsilon x is a subset of b of a comma r and it is a subset of O. അപ്പോൾ നമ്മൾ എ ഇംപ്ലൈസ് ബി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ബി ഇംപ്ലൈസ് എ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുവാണ്, ഫസ്റ്റ് വൺ നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ഒ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ബി ഓഫ് എക്സ് കോമ എക്സ് എപ്സിലൺ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ബോൾ ആണെന്ന് പറഞ്ഞു. അപ്പം ഒയിനെ നമുക്ക് ഓപ്പൺ ബോളുകളുടെ യൂണിയനായിട്ട് എഴുതാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഒ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് ബി ഇംപ്ലൈസ് സി. അതായത് നമ്മൾ ഇവിടെ വീണ്ടും എക്സ് കോമ എപ്സിലൺ എക്സ് എന്ന് പറയുന്ന ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുവാണ്. ഇറ്റ് ഈസ് സെൻറ്റേർഡ് അറ്റ് എക്സ് ആൻഡ് ഓഫ് റേഡിയസ് എപ്സിലൺ എക്സ്. ഇറ്റ് ഈസ് ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ ക്യാപിറ്റൽ ഒ. ഇത് ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? എപ്സിലൺ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനകത്ത് വരുന്ന ഏതൊരു പോയിന്റും ക്യാപിറ്റൽ ഒക്കകത്ത് കണ്ടെയ്ൻ ചെയ്ത് വരും. ക്യാപിറ്റൽ ഒ എന്ന് പറയുന്ന ആ ഒരു സെറ്റിനകത്ത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഏതൊരു പോയിന്റും എപ്സിലൺ എക്സ് ഡിസ്റ്റൻസിനകത്ത് വരുന്നത് വരും. അതുകൊണ്ട് തന്നെ എക്സും എക്സ് മൈനസ് ഒയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എപ്സിലൺ എക്സിനെ കടന്നു പോകത്തില്ല. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ സി അസ്യൂം ചെയ്തിട്ട് ബി പ്രൂവ് ചെയ്യണം. സോ സി നമ്മൾ അസ്യൂം ചെയ്യണം, അതായത് ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ എക്സ് മൈനസ് 0 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് നമ്പർ എടുക്കുവാണ്, ആൽഫ എൻ. ഈ ഒരു ആൽഫ എന്ന് കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒ എന്ന് പറയുന്നതിന് ഔട്ട്സൈഡ് ആയിരിക്കും പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആൽഫ എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് അകത്ത് വരുന്ന പോയിന്റ്സ് എല്ലാം എവിടെ തന്നെ വരും? ക്യാപിറ്റൽ ഒക്കകത്ത് തന്നെ വരും. സോ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ബി ഓഫ് എക്സ് കോമ ആൽഫ എക്സ് ഈസ് സബ്സെറ്റ് ഓഫ് ഒ എന്ന് പറയാനായിട്ട് സാധിക്കും.